വെൽക്കം ബാക്ക്. പലരുടെയും ഫോണിൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. പക്ഷേ നിങ്ങൾ അതുകൊണ്ടൊന്നും ഒരു പേടിക്കേണ്ട. കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ബാറ്ററി സംരക്ഷിക്കാൻ സാധിക്കുന്ന 7 ബാറ്ററി സേവിങ് ടിപ്സാണ് പരിചയപ്പെടുത്തുന്നത്. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലെ ബ്രൈറ്റ്നെസ് അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കൂട്ടി വെക്കുക. ഇതേപോലെ പുറത്ത് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് മാത്രം നിങ്ങൾ അത് നല്ല രീതിക്ക് കൂട്ടി വെക്കുക. അല്ലാത്ത സമയങ്ങളിൽ രാത്രി സമയങ്ങളിലൊക്കെയാണ് നിങ്ങൾ ബ്രൈറ്റ്നെസ് പരമാവധി കുറച്ചിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി എടുക്കുന്നൊരു സാധനമാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സാധനം എന്ന് വെച്ചാൽ അതിലെ ബ്രൈറ്റ്നെസ് കുറച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ബ്രൈറ്റ്നെസ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കൂട്ടി വെക്കുക. എല്ലാ സമയങ്ങളിലൊക്കെ കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ടിപ്പ് നമ്പർ 2, ഇതും ബ്രൈറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഫോണിൽ എപ്പോഴും ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ് ഈ ഡാർക്ക് മോഡ്. പലരും അത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാനൊക്കെ ഡാർക്ക് മോഡിൻ്റെ ഫാനാണ്. കാരണം ഏത് ആപ്ലിക്കേഷൻ ഡാർക്ക് മോഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പോൾ ഓൺ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഫോണിൽ തന്നെ ഡാർക്ക് മോഡ് നിങ്ങൾ ഫോൺ ഡാർക്ക് മോഡ് ആക്കാനുള്ള ഓപ്ഷന് നിങ്ങളുടെ സെറ്റിങ്സിൽ അല്ലെങ്കിൽ കൺട്രോൾ സെൻറ്ററിൽ ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡാർക്ക് മോഡ് ആക്കി യൂസ് ചെയ്യുക. നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എവിടെ നോക്കിയാലും നമുക്ക് ഡാർക്ക് മോഡ് ഉണ്ട്. കാരണം നമ്മുടെ ഫോണിൽ ഈ വെള്ള ലൈറ്റ് കത്തുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ബാറ്ററി നല്ല രീതിക്ക് ഡ്രെയിൻ ആവും. പക്ഷെ ഇത് ഡാർക്കാണ് സമയത്ത് നമുക്ക് അത്രയ്ക്കും ബാറ്ററി പവർ വേണ്ടി വരില്ല. അപ്പോൾ യൂസ് ഡാർക്ക് മോഡ്. സോ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ നല്ലധികം സഹായിക്കുന്ന ടിപ്പാണ്. അതായത് പലർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് അത് ഫുള്ള് കഴിയുന്നത് വരെ ഇരുന്ന് കളിക്കും, എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത് വരെ ഇരുന്ന് കളിക്കും. ആ സംഭവം ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു 5% അല്ലെങ്കിൽ 10% ആകുമ്പോൾ തന്നെ ഫോൺ ചാർജിലിട്ട് വെക്കുക. അത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫോണിലെ ബാറ്ററി കുറേ കാലം നിൽക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫോണിലെ ബാറ്ററി എന്ത് ചെയ്യുക, ഒരു 5% അല്ലെങ്കിൽ 10% ആകുമ്പോൾ തന്നെ ചാർജിലിട്ട് ഫോണ് പവറാക്കുക. ഓക്കെ, ഇതാണ് ടിപ്പ് നമ്പർ 3. 4-മത്തെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ലൊക്കേഷനോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷൻ ഓൺ ചെയ്യാൻ പറയും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ലൊക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓൺ ചെയ്യാൻ പറയും. ബ്ലൂടൂത്തൊക്കെ ചിലപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ നമ്മൾ ഓൺ ചെയ്തെന്ന് വരും. അപ്പോൾ അത് നമ്മൾ ഓഫാക്കാൻ മറന്നിട്ടുണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ലൊക്കേഷന് ബ്ലൂടൂത്ത് എന്നീ സംഭവങ്ങൾ നല്ല രീതിക്ക് തന്നെ ചാർജ് വലിച്ചെടുക്കും. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ഗൂഗിൾ അസിസ്റ്റൻറ്റ്. ഹേ ഗൂഗിൾ, ഈ സാധനം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഒരു 100% പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ 90% പേര് മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. ഞാനും യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹേ ഗൂഗിൾ എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ട് ആ സ്ക്രീൻ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ചാർജ് നല്ല രീതിക്ക് വലിച്ചെടുക്കും. അത് നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് സ്ക്രീൻ ഓപ്പൺ ആയി വരണം. ഇത്രയും പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ ചാർജ് നല്ല രീതിക്ക് വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്പോട്ടിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക എന്നുള്ളതാണ്. ടിപ്പ് 6, നമ്മുടെ ഫോണിൽ ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു സാധനമാണ് ബാറ്ററി സേവർ. പലരും ഇത് യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ച സമയത്തേക്ക് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബാറ്ററി സേവർ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ 50% മാത്രമേ ചാർജ് ഉള്ളൂ. നിങ്ങൾക്കത് കുറേ നേരം കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ഫോണിലെ അനാവശ്യമായി വരുന്ന നോട്ടിഫിക്കേഷൻസ് അനാവശ്യമായി വരുന്ന കുറേ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തരുന്ന സാധനമാണ് ഈ ഒരു ബാറ്ററി സേവർ. ഇത് നിങ്ങൾ വേണ്ട സമയത്തൊക്കെ യൂസ് ചെയ്യുക, വെറുതെ അവിടെ വെക്കാനുള്ളതല്ല, യൂസ് ചെയ്യുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വളരെ കൂൾ സംഭവമാണ്. ടിപ്പ് നമ്പർ 7, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഡാർക്ക് കളറുള്ള വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ലൈക്ക് ഇതേപോലത്തെ ഡാർക്ക് കളറുള്ള വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ബാറ്ററി വളരെയധികം ലൈറ്റിംഗ് ഒന്നും വരാതെ ഒരു ഡാർക്ക് കളറിലെ വാൾപേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോണിലെ ബാറ്ററി നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസൊക്കെ കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇത്തരം ആപ്ലിക്കേഷൻസ് എന്ന് അല്ലെങ്കിൽ ഫോണിൽ കസ്റ്റമായിട്ട് വരുന്ന ഡാർക്ക് കളറിൽ വാൾപേപ്പേഴ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും എൻ്റെ വാൾപേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡാർക്ക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും അടിക്കേണ്ട, ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ടിങ് അടിക്കുക. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ടിടുക. ബൈ. വാട്സപ്പിൽ നിങ്ങൾക്കറിയാത്ത ട്രിക്കുകൾക്കായിട്ട് വാച്ച് നെക്സ്റ്റ് എന്നതിലും സ്റ്റോറേജ് കൂട്ടുവാനുള്ള അടിപൊളി ട്രിക്കിനായിട്ട് മൈ സജഷൻ എന്നതിലും ക്ലിക്ക് ചെയ്യാവുന്നതാണ്.